റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കീറ്റോ ഇനോൾ ടോട്ടോമേഴ്സ്. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിളിൽ കൂടി തന്നെ നമുക്കതൊരു ആദ്യത്തെ എന്താണ് കീറ്റോ ഇനോൾ ടോട്ടോമേഴ്സ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അസറ്റോൺ ഒന്ന് എഴുതാം. CH3CO CH3. അപ്പോൾ ഇതിന് ടോട്ടോമേഴ്സം നടക്കുകയാണെങ്കിൽ CH3COH ഡബിൾ ബോണ്ട് CH2. അപ്പം എന്തൊക്കെയായിരുന്നു ഒരു ടോട്ടോമേഴ്സം കാണിക്കാനുള്ള കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ആൽഫ കാർബൺ sp3 ആയിരിക്കണം. നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള കാർബണാണ് ആൽഫ കാർബൺ, അത് sp3 ആയിരിക്കണം. അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഹൈഡ്രജൻ എങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കാനായിട്ട് പറ്റും? ടോട്ടോമേഴ്സം കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആൽഫ കാർബണിലെ ഒരു ഹൈഡ്രജൻ തൊട്ടടുത്തുള്ള കാർബണിലെ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ആകുന്നതാണ് നമ്മുടെ ടോട്ടോമെറിസം എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ആദ്യത്തെ പാർട്ട് 1 ലെസണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പോയി കണ്ടിട്ട് ഈ വീഡിയോ വന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആദ്യം അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ടോട്ടോമെറിസത്തിൽ തന്നെ ഒരു പ്രത്യേക സബ് ഡിവിഷനാണ് കീറ്റോ ഇനോൾ ടോട്ടോമെറിസം എന്ന് പറയുന്നത്. ഇപ്പം നോക്കൂ, ഈ ആദ്യത്തെ കോമ്പൗണ്ട് നോക്കൂ, അത് അസറ്റോൺ ആണ്. അപ്പോൾ അസറ്റോണിനകത്ത് അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? CO ഗ്രൂപ്പാണുള്ളത്, അതായത് കാർബണൈൽ ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഇത് കാർബണൈൽ 2 കാർബണിൻ്റെ ഇടയ്ക്ക് വന്നപ്പം ഈ കോമ്പൗണ്ട് എന്താണ്? ഒരു കീറ്റോൺ ആണ്. അപ്പം കീറ്റോൺ ആയതുകൊണ്ട് നമ്മൾ ഈ ഫോമിനെ പറയും കീറ്റോ ഫോം എന്ന് പറയും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ആദ്യത്തെ കോമ്പൗണ്ടിന് കീറ്റോ ഫോം എന്ന് പറയുന്നതിൻ്റെ കാരണം അവിടെ ഒരു C ഡബിൾ ബോണ്ട് O ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ഫോമിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്, ഒരു OH ഉണ്ട്. ഓക്കെ, ഡബിൾ ബോണ്ടിന് നമ്മൾ ഈനെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ എന്താണ്? ഒരു ആൽക്കഹോളിൻ്റെ ഓളും ഉണ്ട്. അപ്പം ഈ ഈനും ഓളും കൂടി ചേർത്തിട്ട് ഈ ക്യാൻസൽ ആയി പോകും. കാരണം നമ്മുടെ സെക്കൻഡറി സഫിക്സിൻ്റെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വവൽസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈനെ ഒഴിവാക്കണം. നമ്മൾ IUPAC നെയിം എഴുതുമ്പോൾ ഇത് IUPAC നെയിം ഒന്നുമല്ല, നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത് ഈനോൾ ഫോം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പം 2 ഫോംസ് ഉണ്ട്, ഒന്ന് കീറ്റോ ഫോമും ഒന്ന് ഈനോൾ ഫോമും എന്നാണ് പറയുന്നത്. അപ്പം കീറ്റോ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കീറ്റോ ഫോം അല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്, ഒരു ആൽക്കഹോൾ ഗ്രൂപ്പും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ ഈനോൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവർ തമ്മിലൊരു ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഈ കീറ്റോ ഫോമും ഈനോൾ ഫോമും ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും. ആ ഇക്വിലിബ്രിയത്തെ നമ്മൾ പറയുന്നതാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. എന്തെന്നാണ് പറയുന്നത്? ഡൈനാമിക് ഇക്വിലിബ്രിയം. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇൻ്റർ കൺവേർഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് പെർസെൻറ്റേജ് കീറ്റോ ഫോമും ഉണ്ടായിരിക്കും, കുറച്ച് പെർസെൻറ്റേജ് ഈനോൾ ഫോമും. എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് പെർസെൻറ്റേജ് കീറ്റോ ഫോമും കുറച്ച് പെർസെൻറ്റേജ് ഈനോൾ ഫോമും എപ്പോഴും കാണും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും കൂടുതൽ എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻസിനകത്ത് ചോദിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാവ് ഹയസ്റ്റ് ഈനോൾ കണ്ടൻറ്റ് ഓർ ഹയസ്റ്റ് കീറ്റോ കണ്ടൻറ്റ്, അങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതിനകത്ത് നമ്മൾ നോർമൽ കണ്ടീഷൻസിൽ, അതായത് പ്രത്യേകമായിട്ടുള്ള ചില കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കണ്ടീഷൻസിൽ പെർസെൻറ്റേജ് ഓഫ് കീറ്റോ ഫോം എപ്പോഴും എന്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും? പെർസെൻറ്റേജ് ഓഫ് ഈനോൾ ഫോമിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓൾമോസ്റ്റ് ഓൾ ദി കണ്ടീഷൻസ് ഇങ്ങനെ തന്നെയാണ്. എന്നാൽ അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് ചില കണ്ടീഷൻസ് ഉണ്ട്. സർട്ടൻ കണ്ടീഷൻസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഈനോൾ കണ്ടൻറ്റ് കൂടുകയും ആൻഡ് സംടൈംസ്, എപ്പോഴും ഇല്ല, സംടൈംസ് പെർസെൻറ്റേജ് ഓഫ് ഈനോൾ കണ്ടൻറ്റ് എന്തിനെക്കാട്ടിൽ കൂടുതൽ വരും? പെർസെൻറ്റേജ് ഓഫ് കീറ്റോ കണ്ടൻറ്റിനെക്കാട്ടിൽ കൂടുതൽ വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴൊക്കെയാണ് ഈ കൂടുതൽ വരുന്നത്, കുറവ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പെട്ടെന്ന് പറയാം. അതായത് ടോട്ടോമെറിസം ഒരു കീറ്റോ ഫോമിനും ഒരു ഈനോൾ ഫോമിനും ഇടയ്ക്ക് നടക്കുന്ന ആ ഒരു ടോട്ടോമെറിസം ഫിനോമിനയാണ് നമ്മൾ കീറ്റോ ഇനോൾ ടോട്ടോമെറിസം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ഇൻ്റർ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പം ഇത് രണ്ടുപേരും അപ്പോൾ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എപ്പോഴും ആ മിക്സ്ചറിനകത്ത് ഉണ്ടാകും. അപ്പം നോർമൽ കണ്ടീഷൻസിൽ എപ്പോഴും കീറ്റോ ഫോം തന്നെയായിരിക്കും അതിൻ്റെ പെർസെൻറ്റേജ് കൂടുതലായിട്ടുള്ളത്, ഈനോൾ ഫോമിൻ്റെ കുറവായിരിക്കും. എന്നാൽ ചില കണ്ടീഷൻസിൽ പെർസെൻറ്റേജ് ഓഫ് ഈനോൾ കണ്ടൻറ്റ് കൂടാം എന്ന് കരുതി അത് കീറ്റോ ഫോമിനെക്കാട്ടിൽ കൂടുതലാകണം നിർബന്ധമൊന്നുമില്ല. ചില കേസിൽ അത് കൂടി നിൽക്കും.
എന്നാൽ there are conditions, there are cases. നമുക്ക് ഈനോൾ പെർസെൻറ്റേജ് കീറ്റോനെക്കാട്ടിൽ കൂടി നിൽക്കുന്ന കേസുകളും ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ ഓരോരോ കേസുകളായിട്ട് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ നമ്മൾ ഇത് എന്തൊക്കെയാണ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കീറ്റോ ഈനോൾ പെർസെൻറ്റേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ മുഴുവൻ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലാസ് കഴിയുമ്പോൾ ഒരു കറക്റ്റ് ഐഡിയ കിട്ടും. ഇപ്പം ചില കുട്ടികൾ അയ്യോ ഞാൻ ബോർഡ് എക്സാമിനാണ് പഠിക്കുന്നത് എന്ന് കരുതി എനിക്കിത് വേണ്ട എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഹയർ ലെവലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലോവർ ലെവലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് വരും. അതായിരിക്കണം നമ്മുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം JEE അഡ്വാൻസ്ഡിന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് JEE മെയിൻസ് വളരെ ഈസി ആയിട്ട് വരും. അപ്പോൾ നീറ്റിന് പഠിക്കുന്ന പിള്ളേർ നീറ്റിൻ്റെ ഹയർ ലെവലിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് എക്സാമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഈസി ആയിട്ട് തന്നെ വരും. അപ്പോൾ പക്ഷേ അതേസമയം നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ബോർഡ് എക്സാമിൻ്റെ നല്ലപോലെ എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് നീറ്റിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെടുന്ന അവസ്ഥയാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത്. നമ്മുടെ കുട്ടികൾ സാധാരണ +1 +2 അവർ അതിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം പോയി നിന്ന് പഠിക്കുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കേരളത്തിന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുട്ടികളൊക്കെ ഓൾറെഡി +1 +2 അതായത് 9 തൊട്ടേ അവർ പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഡൻസി നമുക്കും വരണം. എന്നാലും മാത്രമേ നമുക്ക് നമ്മുടെ ഒരു വർഷം പോകാതെ നമുക്ക് ആ ഒരു സേവ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നീറ്റിന് പഠിക്കുന്ന കുട്ടികൾ നീറ്റ് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. JEEക്ക് പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും JEE അഡ്വാൻസ്ഡ് ടാർഗറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് JEE മെയിൻസ് ഈസി ആയിട്ട് വരും. ഓക്കെ, നീറ്റിന് പഠിക്കുന്നവർ നീറ്റിൻ്റെ തന്നെ ആ ഒരു ബേസിക് ലെവലിൽ നിൽക്കാതെ തന്നെ ആക്ച്വലി ഹയർ ലെവലിൽ പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് കിട്ടും. ഓക്കെ, അപ്പം നമുക്കപ്പം നമ്മുടെ ചാപ്റ്ററിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ആദ്യത്തെ ഫാക്ടറാണ് ആരോമാറ്റിസിറ്റി എന്നിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആരോമാറ്റിസിറ്റി എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത മക്കളുമാർ ശ്രദ്ധിച്ചോളൂ. ആരോമാറ്റിസിറ്റി നമുക്ക് പ്രധാനമായിട്ടും നമ്മളത് ഹക്കൽസ് റൂൾ ഓഫ് ആരോമാറ്റിസിറ്റിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഹക്കൽസ് റൂൾ ഓഫ് ആരോമാറ്റിസിറ്റിയാണ്. അതൊരു ക്വിക്ക് റിവിഷൻ പോലെ ഇപ്പോൾ നോക്കാനേ പറ്റത്തുള്ളൂ, കാരണം അത് വേറൊരു ടോപ്പിക് അല്ലേ. അപ്പം ആരോമാറ്റിസിറ്റിയിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് 4n+2 പൈ കോൺജുഗേറ്റഡ് ഇലക്ട്രോൺസ് അവിടെ വേണം. വേറെ എന്നിൻ്റെ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര അങ്ങനത്തുള്ള വാല്യൂസാണ് വേണ്ടത്. അവിടെ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് നിർബന്ധമായിട്ടും വേണം. നമ്മുടെ കോമ്പൗണ്ട് എന്തായിരിക്കണം? സൈക്ലിക് ആയിരിക്കണം. പിന്നെ അടുത്ത കോമ്പൗണ്ട് ആയിരിക്കണം കോമ്പൗണ്ട് പ്ലേനാർ ആയിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്, അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന് ഹയർ സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. എങ്കിൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ കീറ്റോ ഇനോൾ ടോട്ടോമറസത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് എടുക്കാം. ആ കോമ്പൗണ്ട് ഇതാണ്. അപ്പം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട്. ഓക്കെ, സോ ആ കോമ്പൗണ്ടിൽ നമ്മൾ ഇതാണ് അതിൻ്റെ കീറ്റോ ഫോം. ഇതിനകത്ത് കീറ്റോ ഫോം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അതിനകത്ത് C+O മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മളതിന് കീറ്റോ ഫോം എന്ന് പറയും. ഡബിൾ ബോണ്ട് ഉണ്ട്, പക്ഷേ അത് നമ്മൾ ഈ ഒരു കീറ്റീൻ എന്നൊന്നും പറയത്തില്ല. അത് കീറ്റീൻ വേറെയാണ് സംഭവം. ഇവിടെ നമ്മൾ C+O ഉള്ളത് കൊണ്ട് നമ്മളിതിന് കീറ്റോ ഫോം എന്ന് പറയും. അതേസമയം നമ്മൾ ഇവിടെ ഇതിൻ്റെ ഈനോൾ ഫോം വരച്ച് ചെയ്യുമ്പോൾ നോക്കും, ഇവിടെ ആൽഫ കാർബൺ ഉണ്ട്. ആൽഫ കാർബൺ sp3 ആണ്. അപ്പോൾ അവിടെ ഒരു മിനിമം ഒരു sp3 കാർബണിനകത്ത് ഒരു മിനിമം ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ആ ഹൈഡ്രജന് ടോട്ടോമെറിസം കാണിക്കാം. അപ്പോൾ ടോട്ടോമെറിസം കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ലേ? ഈ ടോട്ടോമെറിസം വരയ്ക്കുന്നതിൻ്റെ മെക്കാനിസം ഒക്കെ ഞാൻ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കുന്ന ഒരു പാടില്ലാത്ത കാര്യമാണ്. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കീറ്റോ ഇനോൾ ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഈനോൾ ഫോം. ഈനോൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് OH ഉണ്ട്, ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്. ഇതെന്താണ്? നമ്മുടെ കീറ്റോ ഫോമാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ പെർസെൻറ്റേജ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഈനോൾ ഫോം എന്ന് വെച്ചാൽ നിയർലി 100% ആണ്, അല്ലെങ്കിൽ 99.9999% എന്ത് തന്നെയാണ്? ഈനോൾ ഫോമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഈസ് വെരി സിമ്പിൾ. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പേന പോയി. അപ്പോൾ നോക്കിയിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിനെ പരിശോധിക്കാം. ഈ കോമ്പൗണ്ട് നോക്ക്, ഇതൊരു സൈക്ലിക് കോമ്പൗണ്ടാണ്. ഇത് ഫീനോളാണ്, നമുക്കറിയാം, വെരി ഫേമസ് കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ട് സൈക്ലിക് ആണ്. ഇതിനകത്ത് കോൺജുഗേറ്റഡ് ആയിട്ടുള്ള പൈ ഇലക്ട്രോൺസ് ഉണ്ട്. നോക്കൂ, കോൺജുഗേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പൈ ബോണ്ട് ഒരു സിഗ്മ ബോണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്. ഒരു സിഗ്മ ബോണ്ട് അതിനിടയ്ക്ക് വരും, 2 പൈ ബോണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെയും ഉണ്ട് അതേ കണക്ക്. അപ്പോൾ അങ്ങനെ നോക്കൂ, എല്ലാ പൈ ബോണ്ടിൻ്റെ ഇടയ്ക്ക് ഓരോ സിഗ്മ ബോണ്ടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അവിടെ? ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, മൊത്തം എത്രയായി? 6. അപ്പോൾ നമുക്ക് 4n+2 = 6 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് n = 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കോമ്പൗണ്ട് എന്താണെന്ന് പറയും? ഈ രണ്ടാമത് വരച്ചിരിക്കുന്ന ഈനോൾ ഫോം നമുക്ക് പറയാം അത് ആരോമാറ്റിക് ആണ്. ആരോമാറ്റിക് ആണെന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആകുമ്പോഴത്തേക്ക് അവിടെ എന്ത് വരും? റെസണൻസ് സ്റ്റെബിലൈസേഷൻ വരും. അപ്പം റെസണൻസ് സ്റ്റെബിലൈസേഷൻ വരുന്നത് കാരണമാണ് നമ്മുടെ ഈ ഈനോൾ ഫോം ഇവിടെ 100% അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് വളരെ ക്രമാതീതമായിട്ട് കൂടിയതിൻ്റെ കാരണം ആരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ ആണ്. അപ്പോൾ എവിടെ നിങ്ങളൊരു കീറ്റോ ഈനോൾ ഫോംസ് തമ്മിലൊരു ഇൻ്റർ കൺവേർഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം കാണുമ്പോൾ എവിടെയാണോ ഒരു ആരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ ഈ ഒരു ടോട്ടോമർസം മൂലം ഉണ്ടാകുന്നത്, അവിടെ ഈനോൾ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ പോയിന്റ് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ഒന്ന് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കീറ്റോ ഈനോൾ ടോട്ടോമറിസത്തെ വളരെ രസകരമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പം അതും നമുക്കൊരു എക്സാമ്പിളിൽ കൂടി തന്നെ നോക്കാം. അപ്പോൾ എക്സാമ്പിളിൽ കൂടി നോക്കുമ്പോഴത്തേക്ക് നമുക്കത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട്, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഇതെന്താണ്? ഇതൊരു ഡൈ കീറ്റോൺ ആണ്. ഡൈ കീറ്റോൺ എന്ന് വെച്ചാൽ നമുക്കവിടെ 2 കാർബണൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈനോൾ ഫോം വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു sp3 കാർബൺ ഇല്ലേ, അവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് കോൺജുഗേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളത് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഈനോൾ ഫോം വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇവിടെ ഒരു മാറ്റമില്ല. പിന്നെന്താണ്? ഇവിടെ H വന്നു, ഇവിടെ ഡബിൾ ബോണ്ട് വരും. മെക്കാനിസം വരയ്ക്കാൻ അറിഞ്ഞൂടാത്ത മക്കളുമാർ ശ്രദ്ധിക്കുക. ഇത് അതിൻ്റെ കഴിഞ്ഞ പാർട്ട് 1 നിങ്ങളൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെക്കാനിസം വരയ്ക്കാൻ ഈസി ആയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു നമ്മൾ കീറ്റോ ഈനോൾ ടോട്ടോമറിസത്തിൻ്റെ ഇത് കീറ്റോ ഫോമാണ്. ദിസ് ഈസ് കീറ്റോ ഫോം ആൻഡ് ദിസ് ഈസ് ഈനോൾ ഫോം. ഈനോൾ ഫോം എന്ന് വന്നതിൻ്റെ കാരണം ഇതിനകത്ത് ഡബിൾ ബോണ്ടും ഉണ്ട്, OH ഉണ്ട്. അപ്പം നമ്മളിവിടെ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ വേറൊരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രജൻ ഇവിടെ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറയാം, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ്? 2 ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റങ്ങൾക്ക് ഇടയിൽ ഹൈഡ്രജൻ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നതിന് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റംസ് ഒന്നെങ്കിൽ ഫ്ലോറിനാകാം, അല്ലെങ്കിൽ ഓക്സിജൻ ആകാം, അല്ലെങ്കിൽ നൈട്രജൻ ആകാം. ചില കേസുകളിൽ ക്ലോറിനും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ കീറ്റോ ഫോമും ഉണ്ട്, ഈനോൾ ഫോമും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇനി നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, നമുക്കിതിൻ്റെ പെർസെൻറ്റേജ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇതിൻ്റെ പെർസെൻറ്റേജ് വരച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത് നിയർലി 100% തന്നെയാണ്. നമ്മുടെ ഈനോൾ ഫോം ഇവിടെ നിയർലി 100% തന്നെയാണ്. എന്തുകൊണ്ടാണത് 100% എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായേക്കാണ്. കാരണം എന്താണ്? ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. എന്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഒരു വിത്തിൻ എ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ റിങ് ഉണ്ടാകുന്നില്ലേ? ആ റിങ് എയ്തർ 5 or 6 മെമ്പേർഡ് ആയിരിക്കണം നമുക്ക് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഹൈഡ്രജൻ ബോണ്ട് റിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5. സോ ഇറ്റ് ഈസ് എ 5 മെമ്പേർഡ് റിംഗ് ആണ് നമുക്കിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ അത് സ്റ്റേബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈനോൾ ഫോമിൻ്റെ കണ്ടൻറ്റും എന്ത് കൂടും? അതിൻ്റെ പെർസെൻറ്റേജും സ്വാഭാവികമായിട്ടും കൂടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയും പോയിന്റ്. എന്തുകൊണ്ടാണ് ഇവിടെ കീറ്റോ ഫോം ലെസ് പെർസെൻറ്റേജ് ആയി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈനോൾ ഫോമിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി വന്നുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് എടുക്കാം, CH3 CH CH CO CH3. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇതിനകത്ത് പല ഭാഗത്തുനിന്ന് ഇവിടെ നമ്മുടെ പല ഭാഗത്തുനിന്ന് നമുക്ക് എന്തുണ്ടാക്കാനായിട്ട് പറ്റും? ടോട്ടോമറിസം ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം ഇവിടെ ഒരു ആൽഫ കാർബൺ ഉണ്ട്, ഇവിടെ ആൽഫ കാർബൺ ഉണ്ട്, ഇവിടെ ആൽഫ കാർബൺ ഉണ്ട്. ഇത് 3 ആൽഫ കാർബൺ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ടുള്ള ആൽഫ കാർബൺ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കൂ, ഈ കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തിൻ്റെ നടുവിൽ വരുന്ന ഒരു കാർബൺ ആണ്. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ മോസ്റ്റ് നമ്മുടെ അസിഡിക് ആയിട്ടുള്ള
കാർബൺ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ 2 ഇലക്ട്രോ നെഗറ്റീവ് ആറ്റങ്ങൾക്കിടയിൽ വരുന്ന കാർബണിനെയാണ് നമ്മൾ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ കാർബണിൻ്റെ ഹൈഡ്രജൻ ആയിരിക്കും ടോട്ടോമറസത്തിൽ പങ്കെടുക്കുന്നത്. കാരണം ഇത് ഈ ഒരു അസിഡിക് നേച്ചർ കൂടുതലായതുകൊണ്ട്. അപ്പം നമ്മളപ്പോൾ അതിൻ്റെ ടോട്ടോമറസത്തെ വരച്ച് കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ ഒരു ടോട്ടോമറിക് ഫോമിനെ വരച്ച് കഴിഞ്ഞാൽ നോക്കൂ, നമുക്ക് അതിൻ്റെ ടോട്ടോമറിസം ഫോമിനെ വരച്ച് കഴിഞ്ഞാൽ CH3 COH ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ട് O CH3. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സംഭവം. നമുക്കുള്ള ഈനോൾ ഫോം വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രക്ചർ ഇതാണ്. ഇവിടെയും ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. നോക്കൂ, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, മറ്റൊരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം അവിടെയുണ്ട്. അപ്പോൾ അവർക്കിടയിൽ ഹൈഡ്രജൻ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്പർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റിങ്ങിൻ്റെ സൈസ് 1 2 3 4 5 6, ഒരു 6 മെമ്പർ റിംഗ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആണ്. കാരണം ഒരു 6 മെമ്പർ റിംഗ് ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ 6 5 ആണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്തത് സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഇതെന്തായിരുന്നു, നമ്മുടെ ഈനോൾ ഫോം ആയിരുന്നു, ഇത് നമ്മുടെ കീറ്റോ ഫോം ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ പറയാം ഏതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈനോളിൻ്റെ ആയിരിക്കും. കാരണം അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് സ്റ്റെബിലൈസേഷൻ വരുന്നു. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏകദേശം 76% ഉണ്ട്, ഇവിടെ 24% ഉള്ളൂ. അതിൻ്റെ കാരണം ഇവിടെ ഇപ്പം മറ്റ് ആൽഫ കാർബൺസ് ഒക്കെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഈനോൾ കണ്ടൻറ്റ് കൂടിയൊക്കെ കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സെൻട്രൽ കാർബണിൽ നിന്നുള്ള ഈനോൾ ടോട്ടോമറിസത്തിൻ്റെ അതിനെ അഫക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ഈ ഒരു ക്രോസ് ആയിട്ടുള്ള ഹൈഡ്രജൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാരണം. അതുകൊണ്ടാണ് നമ്മളിത് 76%-ലോട്ട് പോയത്. ബട്ട് സ്റ്റിൽ നമ്മളിത് നോക്കിക്കഴിഞ്ഞാലും കീറ്റോ ഫോമിനെക്കാട്ടിലും അത് വളരെ കൂടുതലാണ്. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അടുത്ത എക്സാമ്പിൾ ഇൻട്രസ്റ്റിംഗ് ആണ്. CH3 C ഡബിൾ ബോണ്ട് O C ഡബിൾ ബോണ്ട് O CH3. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കീറ്റോ ഫോമാണ്. അതിനകത്ത് കീറ്റോ ഫോമാണ്. ഇതിൻ്റെ ഈനോൾ ഫോം വരച്ച് കഴിഞ്ഞാൽ നോക്കാം. നമുക്കിതിൻ്റെ ഈനോൾ ഫോം വരച്ച് കഴിഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് COH C ഡബിൾ ബോണ്ട് O CH3. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈനോൾ ഫോം എന്ന് പറയുന്നത്. ഈനോൾ ഫോം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിനകത്തൊരു ഡബിൾ ബോണ്ടും OH ഗ്രൂപ്പും വന്നുകൊണ്ടാണ്. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് അല്ലേ, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. റിങ് നോക്കൂ, 1 2 3 4 5 മെമ്പേർഡ് റിങ്ങും ഉണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഈനോൾ ഫോമാണെന്ന് എഴുതി. അപ്പോൾ പക്ഷേ ഇതിനകത്തൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്വിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈനോൾ ഫോമാണ് ഇവിടെ 100%. നോക്കൂ, ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, എന്നിട്ട് കൂടി നമ്മുടെ കീറ്റോ ഫോം 100% ആണ്. അപ്പോൾ സാധാരണ നമ്മളിപ്പം മുന്നത്തെ 2 എക്സാമ്പിൾസിലും ഹൈഡ്രജൻ ബോണ്ടിങ് വരുമ്പോൾ ആരാണ് കൂടുന്നത്, ഈനോൾ ഫോം കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് വന്നപ്പോൾ ഈനോൾ പെർസെൻറ്റേജ് കൂടി, ഈ സെക്കൻഡ് എക്സാമ്പിളിലും കൂടി. പക്ഷേ എന്താപ്പോൾ ഈ മൂന്നാമത്തെ കേസിൽ വന്നപ്പോൾ ഈനോൾ ഫോമിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, 6 മെമ്പർ റിംഗ് ആണ്, എന്നിട്ട് കൂടി നമ്മുടെ കീറ്റോ ഫോം ചില്ലറയല്ല 100%, നിയർലി 100% കീറ്റോ ഫോം തന്നെയാണ്. എന്തായിരിക്കും അതിൽ കാരണം? അതിൻ്റെ കാരണം ഇച്ചിരി നമുക്ക് അതിൻ്റെ ഒരു സ്റ്റീരിയോ കെമിസ്ട്രിയുടെ കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ നോക്കൂ, ഈ കാർബണും തമ്മിലുള്ള ബോണ്ട് എന്താണ്, ഒരു സിഗ്മ ബോണ്ടാണ്. അപ്പോൾ സിഗ്മ ബോണ്ട് ഉണ്ടായതുകൊണ്ട് എന്താണ്, അവിടെ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. ഫ്രീ റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ വട്ടം കറങ്ങാനായിട്ട് പറ്റും. ഈ ബോണ്ട് ഇങ്ങനെ വട്ടം കറങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആ വട്ടം കറങ്ങണം എന്ന് വെച്ചാൽ അത് കറങ്ങുമെങ്കിലും അതിൻ്റെ ഒരു മറ്റു ചില ഫാക്ടേഴ്സും കൂടി വന്നെങ്കിൽ മാത്രമേ അത് വളരെ നല്ല രീതിയിൽ സംഭവിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഓക്സിജന് നോക്കുവാണെങ്കിൽ ഈ ഓക്സിജന് ചുറ്റും എത്ര ലോൺ പെയേഴ്സ് ഉണ്ട്, 2 ലോൺ പെയേഴ്സ് ഉണ്ട് അല്ലേ. ഈ ഓക്സിജന് ചുറ്റും എന്തുണ്ട്, 2 ലോൺ പെയേഴ്സ് ഉണ്ട്. അപ്പം ഈ ലോൺ പെയേഴ്സ് തമ്മിൽ എന്തുണ്ട്, ഒരു ഇലക്ട്രോണിക് റിപ്പൾഷൻസ് ഇല്ല ഈ 2 ലോൺ പെയർ തമ്മിൽ ഓക്സിജൻ്റെ. അപ്പം ഇത് കാരണം ഈ റിപ്പൾഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിഗ്മ ബോണ്ട് ഒന്ന് കറങ്ങും. അപ്പോൾ ഒന്ന് കറങ്ങുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രക്ചർ ഒന്ന് വരച്ചേക്കാം. ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഇതിങ്ങനെ പുറകെ വരില്ല, ഇതിങ്ങനെ പുറകെ വരും. എന്നിട്ട് ഇതിങ്ങനെ നിൽക്കും. നമ്മുടെ മറ്റേ ആളും കറങ്ങില്ല, മറ്റേ ആൾ അവിടെ തന്നെ നിൽക്കും, ഒരാളെ കറങ്ങുള്ളൂ. അപ്പോൾ അതങ്ങനെ നിൽക്കും. അപ്പോൾ നോക്കൂ, ഇതൊരു ഏകദേശം ആൻറ്റി ഫോം ആയില്ലേ. ആൻറ്റി ഫോം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂൻസ് ഏകദേശം 180 ഡിഗ്രിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാണ് നമ്മൾ ആ ഒരു ആൻറ്റി ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവിടുത്തെ ഓക്സിജൻ്റെ ലോൺ പെയേഴ്സ് എല്ലാം ഫാർ അവേ ആണ്, ഇവർ തമ്മിൽ റിപ്പൾഷൻസ് ഇല്ല.
അപ്പോൾ ഇനി ഇവിടെ നമ്മളൊരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്താലും അത് വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. കാരണം അതിൻ്റെ ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് നിൽക്കുകയാണ്, അടുത്ത ഹൈഡ്രജൻ വേറൊരു സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് കീറ്റോ ഫോം നിയർലി 100% തന്നെയാണ്. അപ്പോൾ കീറ്റോ ഫോമായിട്ട് തന്നെ അത് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കും. എന്നാലും ഒരു ചെറിയ ഇതൊരു 99.99 ആണെങ്കിൽ ഇതൊരു 0.01% എന്തായിരിക്കും ഈനോൾ ഫോം അവിടെ ഉണ്ടാകും. പക്ഷേ ഏറ്റവും മെജോറിറ്റി എന്ന് വെച്ചാൽ കീറ്റോ ഫോം തന്നെയായിട്ട് നിൽക്കും. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? ഈ രണ്ട് ഓക്സിജൻ തമ്മിലുള്ള റിപ്പൾഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാർബണിൽ കൂടെ ഒരു ഫ്രീ റൊട്ടേഷൻ നടക്കുകയും ഓക്സിജനും 180 ഡിഗ്രി ഓപ്പോസിറ്റ് വരികയും ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഹൈഡ്രജൻ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഫാക്ടറിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ഫാക്ടറാണ് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ. എന്താണ് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്? എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് കോൺജുഗേഷൻ എന്നിപ്പം നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമുക്ക് പലതരം കോൺജുഗേഷൻസ് ഉണ്ട്. ലോൺ പെയർ പൈ ബോണ്ട് കോൺജുഗേഷൻ ഉണ്ട്, പൈ ബോണ്ട് കോൺജുഗേഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് പൈ ബോണ്ട് കോൺജുഗേഷൻസ് പറയാം. അപ്പോൾ പൈ ബോണ്ട് കോൺജുഗേഷൻ എന്ന് വെച്ചാൽ രണ്ട് പൈ ബോണ്ടുകൾക്കിടയിൽ ഒരു സിഗ്മ ബോണ്ട് വരുമ്പോഴാണ് നമുക്ക് കോൺജുഗേഷൻ വരുന്നതെന്ന് പറയുന്നത്. അപ്പം ആ ഒരു കോൺജുഗേഷൻ്റെ ഫലമായിട്ട് ഈ പൈ ബോണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തും. അതിനെയാണ് നമ്മളതിനെ കോൺജുഗേഷൻ അല്ലെങ്കിൽ ഡീലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ റെസൊണൻസിൽ വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസൊണൻസ് സ്ട്രക്ചർ കിട്ടും. ഇവിടെ പോസിറ്റീവും കിട്ടും, നെഗറ്റീവും കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ചും ഇങ്ങനെയൊക്കെ എങ്ങനെ വരയ്ക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള ഈ ഒരു കോൺജുഗേഷൻ എങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ കീറ്റോ ഈനോൾ ടോട്ടോമർസത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിളിൽ കൂടി തന്നെ നോക്കാം. നമുക്കൊരു കോമ്പൗണ്ട് എടുക്കാം. സോ ഈ കോമ്പൗണ്ട് നോക്കും. ഓക്കെ, നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട് CO CH CO CH3. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ആൽഫ കാർബൺസ് ഉണ്ട്. നമുക്ക് രണ്ട് ആൽഫ കാർബൺസ് ഉണ്ട്. ഏതൊക്കെയാണ് ആൽഫ കാർബൺസ്? ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തിൻ്റെ അടുത്ത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും പങ്കെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുക്കത്തെ ആയിരിക്കും. കാരണം അതൊരു ആക്റ്റീവ് മെത്തിലീൻ ആയിട്ടുള്ള കാർബൺ ആയതുകൊണ്ടാണ് അത് പങ്കെടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അതവിടെ ഒരു ഹൈഡ്രജൻ കൂടി ഉണ്ട്. കാരണം കാർബണിൻ്റെ വാലൻസ് എത്രയാണ്? 4 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഹൈഡ്രജൻ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഹൈഡ്രജൻ താഴോട്ട് വരച്ചത്. അപ്പോൾ ഇവിടെ കോൺജുഗേഷൻ നടത്തി കഴിഞ്ഞാൽ അപ്പം കോൺജുഗേഷൻ അത് നടക്കുന്നത് ഈ ഒരു സൈഡിലേക്കായിരിക്കും കോൺജുഗേഷൻ നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പം നമ്മൾ പറയാം. അപ്പോൾ നോക്കൂ, ഈ ഒരു സൈഡിലോട്ട് കോൺജുഗേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു കോമ്പൗണ്ട് കിട്ടും അല്ലേ? ഇങ്ങനെയൊരു കോമ്പൗണ്ട് കിട്ടും. നമുക്ക് ഇങ്ങനെയൊരു കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ നോക്കൂ, ഇങ്ങനൊരു കോമ്പൗണ്ട് കിട്ടിയപ്പോൾ അവിടെ കോൺജുഗേഷൻ്റെ സാധ്യത എത്രയൊക്കെയുണ്ട്? കോൺജുഗേഷൻ ഉണ്ടോ അവിടെ? അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇവിടെ കോൺജുഗേഷൻ ഉണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക. എവിടെയെങ്കിലും പൈ ബോണ്ടും രണ്ട് പൈ ബോണ്ട് ഒരു സിഗ്മ ബോണ്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നോക്കൂ, ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്, വീണ്ടും ഒരു പൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺജുഗേഷൻ അവിടെ പോസിബിൾ അല്ലേ? ഓക്കെ, വീണ്ടും ഇവർ ഈ പൈ ബോണ്ടും തമ്മിൽ കോൺജുഗേഷൻ ഇല്ല. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു കോൺജുഗേഷൻ പോസിബിൾ അല്ലേ? വീണ്ടും ഇങ്ങനെ ഒരു കോൺജുഗേഷൻ പോസിബിൾ അല്ലേ? അപ്പം കോൺജുഗേഷൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. കോൺജുഗേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ബോണ്ടിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കോൺജുഗേഷൻ എന്ത് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കോൺജുഗേഷൻ വരുവാണെങ്കിൽ നമ്മുടെ ഈനോൾ ഫോമിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഈനോളിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 89% ആണ്. ഇത് 11% ആണ്. നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ കീറ്റോ ഫോം, ഇവിടെ ഈനോൾ ഫോമാണ്, ഇത് ഈനോൾ ഫോമാണ്, ഇത് കീറ്റോ ഫോമാണ്. കീറ്റോ ഫോമിൽ എന്തുണ്ട്? 89%. അതിൻ്റെ കാരണം ഇവിടെ നമുക്കൊരു എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ട്. ഇപ്പം ചില മക്കളുമാരുടെ മനസ്സിൽ വരും, സാർ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും. നോക്കൂ, അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഓൾറെഡി ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഫാക്ടറാണ്. അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതാണ് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ വരാം. എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ എന്ന് വെച്ചാൽ നമുക്കിവിടെ ഫോം ചെയ്ത ഈ ഒരു പൈ ബോണ്ട് ഇങ്ങനെ കോൺജുഗേഷനിൽ പങ്കെടുക്കും. കൂടുതൽ എക്സ്റ്റെൻഡഡ് ആയിട്ട് കോൺജുഗേഷനിൽ പങ്കെടുക്കും. അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫാക്ടറും കൂടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈനോൾ കണ്ടൻറ്റ് നല്ല രീതിയിൽ കൂടും. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ തന്നെ ഒരു ടിപ്പിക്കലായിട്ടുള്ള
അടുത്ത ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. നോക്കൂ, ഈ രണ്ടാമത്തെ കേസ് നോക്കൂ. ഇവിടെ നമ്മൾ ഈ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഇതാണ് കീറ്റോ ഫോം, ഇതാണ് എന്തെന്ന് പറയുന്നത് ഈനോൾ ഫോം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈനോൾ ഫോം നോക്കിക്കഴിഞ്ഞാൽ നിയർലി 100% ഈനോൾ ഫോം തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്കുള്ള എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ഡബിൾ ബോണ്ട് അപ്പുറത്തെ വശത്താണ് ഫോം ചെയ്തതെങ്കിൽ നോക്കൂ, അപ്പുറത്തെ വശത്ത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, അവിടെയും നമുക്കിങ്ങനെ കോൺജുഗേഷൻ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഈനോൾ ഫോമിനെ ഉണ്ടാക്കാമല്ലോ, കാരണം രണ്ടും ഐഡൻറ്റിക്കലാണ്. അപ്പം നമുക്ക് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ മറ്റേ പൈ ബോണ്ട്, അതായത് ഈ ഒരു ഫിനൈൽ റിങ്ങുമായിട്ടും പോസിബിൾ ആണല്ലോ. അപ്പോൾ നോക്കൂ, രണ്ട് വശത്തേക്കും ഒരു എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ നമുക്ക് കിട്ടുകയാണ് പൈ ബോണ്ട്. നോക്കൂ, പൈ ബോണ്ട് ഈ ഒരു പൈ ബോണ്ടുമായിട്ട് കോൺജുഗേഷൻ അല്ലേ, ഒരു സിഗ്മ ബോണ്ടിൻ്റെ ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പോൾ കോൺജുഗേഷൻ രണ്ട് സൈഡിലോട്ടും പോസിബിൾ ആണ്. അപ്പോൾ വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള രണ്ട് സൈഡിലേക്കുമുള്ള അതിഭയങ്കരമായിട്ടുള്ള കോൺജുഗേഷൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഈനോൾ ഫോം ഇവിടെ ഹൈലി സ്റ്റേബിൾ. ഇവിടെയും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് കേട്ടോ, ഇവിടെയും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ അതൊരു എക്സ്ട്രാ ഫാക്ടറാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു എക്സെപ്ഷണൽ ഫാക്ടേഴ്സ് പഠിക്കാം. എങ്ങനെയാണ് ഈ ഒരു കേസിലൊക്കെ ഈനോൾ ഫോമിൻ്റെ പെർസെൻറ്റേജ് കുറയുന്നു എന്നുള്ള കാണുന്ന ഒരു എക്സാമ്പിൾ പഠിക്കാം. അപ്പോൾ ആ എക്സാമ്പിൾ ഇതാണ്. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, ഇവിടെ ഈ എക്സാമ്പിളിൽ ഇതാണ് കീറ്റോ ഫോം, രണ്ടാമത്തെ എന്താണ്, ഇത് ഈനോൾ ഫോമുമാണ്. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയപ്പോൾ ഇത് 21%, ഇത് 79% ആണുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കും? നോക്കൂ, ഇവിടെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ട്, പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, എന്നിട്ട് കൂടിയും ഇതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള നമുക്ക് വേണ്ട ഫാക്ടേഴ്സ് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷനും ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ്ങും വന്നിട്ട് കൂടി നമ്മുടെ ഈനോൾ പെർസെൻറ്റേജ് ഇവിടെ കുറഞ്ഞു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്രോസ് കോൺജുഗേഷൻ ആണ് അതിൻ്റെ കാരണം. അപ്പോൾ ക്രോസ് കോൺജുഗേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിനോമിന എന്തുകൊണ്ട് ഇത് കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം, എന്താണ് ക്രോസ് കോൺജുഗേഷൻ എന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു ഫിനൈൽ റിങ്ങിനെ വരയ്ക്കാം. നമ്മുടെ CO ഗ്രൂപ്പ് അവിടെയുണ്ട്, ഓക്കെ, നമ്മുടെ ഹൈഡ്രജൻ അവിടെയുണ്ട്, COOC2H5. സോ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. നോക്കൂ, എപ്പോഴാണ് നമ്മുടെ ടോട്ടോമേഴ്സ് നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ഒന്നെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കോൺജുഗേഷൻ നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടുള്ളത് എടുക്കാം. അപ്പം ഇങ്ങനെ ഒരു കോൺജുഗേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ടോട്ടോമെറിക് ഫോം കിട്ടും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നോക്കൂ, ഈ ഓക്സിജൻ്റെ കൂടെ ആരുണ്ട്? ഓക്സിജൻ്റെ കൂടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും കോൺജുഗേഷനിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതും ഈ ഒരു കോൺജുഗേഷനിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് കോൺജുഗേഷനിൽ പങ്കെടുത്താൽ എന്ത് പറ്റും? നോക്കൂ, അതാണ് കോൺജുഗേഷനിൽ പങ്കെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ലോൺ പെയർ കോൺജുഗേഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇവിടെ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ആ ലോൺ പെയർ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പം അതിങ്ങനെ വരികയും ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു രണ്ട് കോൺജുഗേഷൻ ഒരേ സമയം നടക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതായത് ഹൈഡ്രജനിൽ നിന്നുള്ള ഒരു കോൺജുഗേഷനും ഓക്സിജനിൽ നിന്നുള്ള ഒരു കോൺജുഗേഷനും വരും. അപ്പം ഈ ഒരു ടെൻഡൻസി കാരണം ഓക്സിജൻ ഇവിടെ എന്താണ് പ്ലസ് സം എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഈ ഓക്സിജൻ്റെ കോൺജുഗേഷൻ അവിടെ ഡോമിനേറ്റ് ചെയ്യുകയും ഈനോൾ കണ്ടൻറ്റ്, അതായത് ഇങ്ങനെ ഈനോൾ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാർബണിലെ കോൺജുഗേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ടോട്ടോമെറിസം ഫോം ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നതെന്ന്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഹൈഡ്രജൻ്റെ ഈ കോൺജുഗേഷനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടുള്ള കോൺജുഗേഷനെ ഈ ഒരു കാർബണിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓക്സിജൻ്റെ ലോൺ പെയർ ഇൻവോൾവ്മെൻറ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രോസ് ടു കോൺജുഗേഷൻ, അതായത് ഈ ഓക്സിജൻ്റെ ഈ ഒരു ക്രോസ് കോൺജുഗേഷൻ മൂലം അത് ഈ ഒരു കാർബണൈൽ ഗ്രൂപ്പിലെ കോൺജുഗേഷനെയും ഓവറോൾ അഫക്റ്റ് ചെയ്യും. കാരണം ഈ ഒരു ഹൈഡ്രജൻ ഇങ്ങനെ പുറത്തോട്ട് വരുന്നതിന് അത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ കൂടുന്നത് കാരണം ഈ ഹൈഡ്രജൻ അതിൻ്റെ അസിഡിക് നേച്ചർ കുറയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ക്രോസ് കോൺജുഗേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈനോൾ കണ്ടൻറ്റ് ഇവിടെ നല്ലതുപോലെ കുറഞ്ഞത്. ക്ലിയർ ആയാലോ ആ പോയിൻ്റ്? അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ ക്രോസ് കോൺജുഗേഷനാണ് ഈനോൾ പെർസെൻറ്റേജ് കുറയാൻ കാരണം. എന്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? ഓൾറെഡി ഇവിടെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷനും ഉണ്ടായിരുന്നു, ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവിടെ ഈനോൾ പെർസെൻറ്റേജ് കുറഞ്ഞതിൻ്റെ കാരണം ഇവിടെ ഒരു ക്രോസ് കോൺജുഗേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ഇതാണ്: OC2H5 C double bond O, OC2H5
അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ഇത് കീറ്റോ ഫോമാണ്, ഇതിൻ്റെ കീറ്റോ ഫോമാണ്. നോക്കൂ, അടുത്തതിൻ്റെ ഈനോൾ ഫോം വരച്ചപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈനോൾ ഫോം, OHO(C2H5), ഇവിടെയും OC2H5. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇത് ഈനോൾ ഫോമാണ്, ഇതെന്താണ് ഈനോൾ ഫോമാണ്. അപ്പോൾ കീറ്റോ ഫോം എടുത്തപ്പോൾ ഇത് നിയർലി 100% തന്നെയാണ്, നിയർലി 100% തന്നെയാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് now ഈസി ആയിട്ട് പറയാം. കാരണം എന്താണ്, ഇവിടെ രണ്ടിടത്തും ഓക്സിജന്, രണ്ട് വശത്തും ഉണ്ട് ഓക്സിജനാണ്. അപ്പോൾ ഓക്സിജൻ എന്തുണ്ട്, ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ആ ലോൺ പെയർ എന്ത് ചെയ്യും, ആ ഒരു ക്രോസ് കോൺജുഗേഷനുള്ള ടെൻഡൻസി കാണിക്കും, ഇവിടെയും കാണിക്കും ഇവിടെയും കാണിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്തു പറ്റും, ഈ ഒരു ഈനോൾ ഫോം ഉണ്ടാകാനുള്ള സാധ്യത അത് ഇവിടെ ഈ ഭാഗത്തുനിന്നും കാണിക്കും, ഈ ഭാഗത്തുനിന്നും കാണിക്കും. അപ്പോൾ ഈ ഒരു ടെൻഡൻസി കാരണം നമ്മുടെ ഹൈഡ്രജൻ്റെ, ഇവിടുത്തെ ഈ ഹൈഡ്രജൻ്റെ കോൺജുഗേഷൻ എന്ത് പറ്റും, കുറയും, കംപ്ലീറ്റ് ആയിട്ട് കുറയും. അതുകൊണ്ടാണ് ഈനോൾ പെർസെൻറ്റേജ് അവിടെ വളരെ ഏകദേശം നെഗ്ലിജിബിളായിട്ട് തന്നെ വരുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. ഇനി ഈ ഒരു പാർട്ടിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ഫാക്ടറിലേക്ക് പോകാം. ആ ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. നോക്കൂ, ഇതിങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കീറ്റോ ഈനോൾ പെർസെൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കീറ്റോ ഈനോൾ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നോക്കും, നമ്മളതിൻ്റെ ഈനോൾ ഫോം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടത്തില്ല. ഈനോൾ ഫോം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ഈനോൾ ഫോം എടുത്തപ്പോൾ ഇത് വളരെ കുറവാണ്. കീറ്റോ ഫോം ദിസ് ഈസ് കീറ്റോ ഫോം, റൈറ്റ്, ബിക്കോസ് കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഇതെന്താണ്, ഈനോൾ ഫോമാണ്. അപ്പോൾ കീറ്റോ ഫോം എടുത്തപ്പോൾ നിയർലി 100% ഇത് എന്ത് തന്നെയാണ്, കീറ്റോ ഫോം തന്നെയാണ്. ഇത് നെഗ്ലിജിബിളാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ചിന്തിക്കും ഇവിടെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ അല്ലെങ്കിൽ കോൺജുഗേഷൻ ഇല്ലേ സാർ, എന്നാൽ ഇതെല്ലാം സ്റ്റേബിളായിട്ട് വരണ്ടേന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കാരണം കോൺജുഗേഷൻ ഇല്ലേന്ന് ചോദിച്ചതിൻ്റെ കാരണം എന്താണ്, രണ്ട് പൈ ബോണ്ട് ഒരു സിഗ്മ ബോണ്ട് വഴി സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയേക്കുമല്ല. അപ്പോൾ അവിടെ കോൺജുഗേഷൻ വരുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അവിടെ കോൺജുഗേഷൻ ഉണ്ട്, പക്ഷേ അത് സ്റ്റെബിലിറ്റിക്ക് കാരണമാകുന്നില്ല. കാരണം ഈ കോമ്പൗണ്ട് ഒരു ആൻറ്റി ആരോമാറ്റിക് കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ട് ആൻറ്റി ആരോമാറ്റിക് ആണ്. ആൻറ്റി ആരോമാറ്റിക്കിൻ്റെ കണ്ടീഷൻ എന്താണ്, ഫോറൻ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് ആണ് ഒരു കണ്ടീഷൻ, പിന്നെ സൈക്ലിക് ആയിരിക്കണം കോമ്പൗണ്ട്, പിന്നെ പ്ലേനാർ ആയിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ആൻറ്റി ആരോമാറ്റിക് ആയിട്ട് മാറും. അപ്പോൾ ഈ കോമ്പൗണ്ട് സൈക്ലിക് ആണ്, എല്ലാ കാർബണും sp2 ആണ്. അപ്പോൾ ഇതെന്താണ്, പ്ലേനാർ ആണ്. പിന്നെ ഫോറിൻ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, മൊത്തം 4 എണ്ണം ആയില്ലേ. സോ 4n = 4, അപ്പോൾ n = 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇത് ആൻറ്റി ആരോമാറ്റിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻറ്റി ആരോമാറ്റിക് നമുക്കറിയാം ദ ലീസ്റ്റ് സ്റ്റേബിൾ ആണ് കോമ്പൗണ്ട്സിൽ. അപ്പം ആൻറ്റി ആരോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് പറയാം ഈനോൾ കണ്ടൻറ്റ് ഈസ് വെരി മച്ച് നെഗ്ലിജിബിൾ എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മുടെ കീറ്റോ ഫോം ഇവിടെ മോർ സ്റ്റേബിൾ ആയിട്ട് വന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ അവസാനത്തെ ഫാക്ടറിലേക്ക് പോകാം. അവസാനത്തെ ഫാക്ടർ നോക്കാം. ഇനി ലാസ്റ്റ് ഫാക്ടറാണ് എഫക്റ്റ് ഓഫ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. എഫക്റ്റ് ഓഫ് സോൾവെൻ്റ്. സോൾവെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് തരുന്ന സൊല്യൂട്ടിന് ഡിസോൾവ് ആകുന്ന ആ ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പോകാം. അതാണ് എഫക്റ്റ് ഓഫ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. എന്താണ് സോൾവെൻ്റ്, നമ്മൾ എടുക്കുന്ന സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യുന്ന ആ ഒരു ഫേസ്, അല്ലെങ്കിൽ ഏതിലാണോ നമ്മുടെ സൊല്യൂട്ട് ഡിസോൾവ് ആകുന്നത് അതിനെയാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സോൾവെൻ്റ് എങ്ങനെയാണ് കീറ്റോ ഈനോൾ പെർസെൻറ്റേജിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് നോക്കാം. സോ ഒരു പോളാർ സോൾവെൻ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് ഈനോൾ കണ്ടൻറ്റ് കുറയും. സോ വിത്ത് പോളാർ സോൾവെൻ്റ് പോളാർ സോൾവെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഡൈപോൾ മൊമെൻ്റ് ഉള്ള ഒരു ചാർജ് സെപ്പറേഷൻ ഉള്ള സോൾവെൻസിനെയാണ് നമ്മൾ പോളാർ സോൾവെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പോളാർ സോൾവെൻ്റ് എടുക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഈനോൾ കണ്ടൻറ്റ് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയും. പെർസെൻറ്റേജ് ഓഫ് ഈനോൾ കണ്ടൻറ്റ് ഡിക്രീസസ് ഫോർ പോളാർ സോൾവെൻറ്റ്. പോളാർ സോൾവെൻ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ, H2O നോക്കൂ, അതിനകത്ത് ചാർജ് സെപ്പറേഷൻ ഉണ്ടോ നോക്കൂ. ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് അതിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും, ഹൈഡ്രജന് പോസിറ്റീവ് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ചാർജ് സെപ്പറേഷനുള്ള കോമ്പൗണ്ട് വരുമ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് ഈനോൾ കണ്ടൻറ്റ് കുറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. അപ്പോൾ ഈ കോമ്പൗണ്ട് നോക്കൂ, CH3 CO CH2 CO CH3. ഈ കോമ്പൗണ്ടിനകത്ത് നോക്കൂ, നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് നോക്കൂ CH3 COH C ഡബിൾ ബോണ്ട് H CO CH3. ഓക്കെ, അപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് എന്തുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചറിഞ്ഞത് ഈ കോമ്പൗണ്ടിനകത്ത് എന്തുണ്ട്, ഇൻട്രാമോളിക്കുലർ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്, ഇതിനകത്തുള്ള
ഒരു കോമ്പൗണ്ടിന് വിത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ അടുത്തേക്ക് നമ്മുടെ വാട്ടർ വരികയാണ്. നമ്മുടെ വാട്ടർ വന്നിട്ട് എന്ത് ചെയ്യും? വാട്ടറിന് ഇങ്ങനൊരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്തോടെ. അപ്പോൾ ഈ ഒരു 2 മോളിക്യൂൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഈ വാട്ടർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് വാട്ടറിനകത്ത് ഇങ്ങനെ ഈ ഒരു ഓക്സിജനകത്തോട്ട് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ട്. ഈ ഹൈഡ്രജന് 2 ഇലക്ട്രോ നെഗറ്റീവ് ആറ്റങ്ങളുടെ ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുമ്പോൾ എന്നാ പറ്റും? നമ്മുടെ ഇവിടുത്തെ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വീക്ക് ആവത്തില്ലേ? ആ ഒരു വീക്ക് ആവുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് പറ്റും? നമ്മുടെ ഈനോൾ പെർസെൻറ്റേജ് എന്ത് പറ്റും? ഡിക്രീസ് ആവും. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഈനോൾ പെർസെൻറ്റേജ് ഇവിടെ കൂടുതലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പോളാർ സോൾവെൻറ്റിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഈനോൾ പെർസെൻറ്റേജ് കുറയും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞതുകൊണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സ്റ്റെബിലിറ്റി എന്തുകൊണ്ട് കുറഞ്ഞു? കാരണം നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടർ മോളിക്യൂൾ ഈ അല്ലെങ്കിൽ ഒരു ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നത് മൂലം ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വീക്ക് ആവുന്നു. അപ്പോൾ നമ്മൾ വേറൊരു സോൾവെൻറ്റ് എടുക്കാം, അതായത് പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ് എടുക്കാം. പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ട് കണക്ട് ചെയ്യാത്ത സോൾവെൻസിനെയാണ് നമ്മൾ പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് DMSO, ഡൈമീഥൈൽ സൾഫോക്സൈഡ്. അപ്പോൾ ഡൈമീഥൈൽ സൾഫോക്സൈഡ് എടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ചാർജ് സെപ്പറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലാണ് ആ ചാർജ് സെപ്പറേഷൻ വരുന്നത്? സൾഫർ ഓക്സിജൻ നമ്മൾ സിമ്പിളായിട്ട് എടുക്കാം. സൾഫർ ഓക്സിജൻ എടുത്തതിന് ഓക്സിജന് ഒരു നെഗറ്റീവ് ചാർജ് വരും, സൾഫറിന് ഒരു പോസിറ്റീവ് ചാർജ് വരും. അതാണ് ഇവിടുത്തെ ഒരു ചാർജ് സെപ്പറേഷൻ. കാരണം ഓക്സിജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡൈപോൾ മൊമെൻ്റ് ഉള്ളതുകൊണ്ട് ഈ ഡൈപോൾ മൊമെൻറ്റിന് ഈ കോമ്പൗണ്ടിൽ ഡൈപോൾ മൊമെൻ്റ് ഇല്ല. കാരണം ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആണ്, കാർബണിനെക്കാട്ടിലും ഹൈഡ്രജനെക്കാട്ടിലും ഒക്കെ ഇലക്ട്രോ നെഗറ്റീവ് ആണ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ട് നമ്മുടെ ഈനോൾ ഫോമിൽ. അപ്പോൾ ഈ ചാർജ് ഈ കോമ്പൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡൈപോൾ മൊമെൻറ്റ് ഡൈപോൾ ഇൻട്രാക്ഷൻസിലൂടെ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ വീക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇൻ എഫക്റ്റ് പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോളാർ സോൾവെൻറ്റ്, വെതർ അത് പോളാർ പ്രോട്ടിക് ആയാലും പോളാർ അപ്രോട്ടിക് ആയാലും, പോളാർ പ്രോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഇലക്ട്രോ നെഗറ്റീവായിട്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സോൾവെൻറ്റ്സ് ആണ് പോളാർ പ്രോട്ടിക്. ഹൈഡ്രജൻ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യാത്ത കോമ്പൗണ്ട്സ് ആണ് പോളാർ അപ്രോട്ടിക് എന്ന് പറയുന്നത്. എന്തായാലും ചാർജ് സെപ്പറേഷൻ ഉള്ള സോൾവെൻസിനെയാണ് നമ്മൾ പോളാർ സോൾവെൻസ് എന്ന് പറയുന്നത്. നമ്മൾ പോളാർ സോൾവെൻസ് എടുക്കുമ്പോൾ ഈനോൾ പെർസെൻറ്റേജ് കുറയും. അതിൻ്റെ കാരണം അത് ഡൈപോൾ ഇൻട്രാക്ഷൻസിൽ കൂടിയും ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ കൂടിയൊക്കെ നമ്മുടെ ഈനോൾ കണ്ടൻറ്റിനകത്ത് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ വീക്കൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഇതൊരു കാരണം. നമ്മളിനിയിപ്പോൾ ഒരു നോൺ പോളാർ സോൾവെൻ്റ് എടുത്തു. ഒരു നോൺ പോളാർ സോൾവെൻ്റ് എടുക്കുമ്പോൾ നോൺ പോളാർ സോൾവെൻ്റ് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമുക്ക് ഹെക്സൈൻ എടുക്കാം. ഹെക്സൈൻ എടുക്കുമ്പോഴത്തേക്ക് എന്താണ്? അവിടെ പ്രത്യേകിച്ച് എന്തില്ല, ഡൈപോൾ മൊമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. CH3 CH2 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 CH3. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെക്സൈൻ എന്ന്, ഹെക്സൈൻ, നോർമൽ ഹെക്സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലീനിയർ കോമ്പൗണ്ടാണ്. ഇവിടെ എന്തില്ല? ഇതൊരു നോൺ പോളാറാണ്. ഇവിടെ ചാർജ് സെപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ചാർജ് സെപ്പറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ആ ഹൈഡ്രജൻ ബോണ്ടിങ്ങുമായിട്ടോ മറ്റു കാര്യങ്ങളോ ആയിട്ടോ ഒന്നും ഇൻട്രാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു നോൺ പോളാർ സോൾവെൻ്റ് എടുക്കുമ്പോൾ എന്ത് വരും? പെർസെൻറ്റേജ് ഓഫ് ഈനോൾ കണ്ടൻറ്റ് എന്ത് വരും? ഈനോൾ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യും, ഈനോൾ കണ്ടൻറ്റ് കൂടും. കാരണം അത് നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനൊന്നും വീക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സോൾവെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പം മൊത്തം നമ്മൾ 4 എഫക്റ്റിനെ കുറിച്ച് പഠിച്ചു. രണ്ട് പ്രോബ്ലം കൂടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഡിക്രീസിങ് പെർസെൻറ്റേജ് ഓഫ് ഈനോൾ കണ്ടൻറ്റ് ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സിൽ ഈനോൾ കണ്ടൻറ്റിൻ്റെ ഡിക്രീസിങ് പെർസെൻറ്റേജ് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ കോമ്പൗണ്ട്സ് ഇതൊക്കെയാണ്: CH3 C ഡബിൾ ബോണ്ട് O CH3. സെക്കൻഡ് ഓപ്ഷൻ CH3 CO CH2 CO CH3 ആണ്. C ഓപ്ഷൻ CH3 CO CH3 ആണ്. D ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3 CO CH2 COH ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈനോൾ പെർസെൻറ്റേജ് എഴുതാൻ വേണ്ടി തന്നിരിക്കുന്ന ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം,
നമുക്ക് ബിയും ഡിയും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ അത് ആ ഒരു ഈനോൾ ഫോം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ ബോണ്ടിങ് ചാൻസ് വരുമ്പോഴത്തേക്ക് ഈനോൾ പെർസെൻറ്റേജ് കൂടും എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു പോയിൻ്റാണ് ബിയിലെയും ഡിയിലെയും ഈനോൾ പെർസെൻറ്റേജ് ആരെക്കാട്ടിൽ കൂടുതലായിരിക്കും, എനെക്കാട്ടിലും ഡിനെക്കാട്ടിലും പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. ഇനി ബിയും ഡിയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇപ്പോൾ നമുക്കിവിടെ ഒരു ബിയുടെ ഈനോൾ ഫോം ഒന്ന് വരച്ച് നോക്കാം. ബിയുടെ ഈനോൾ ഫോം വരച്ച് നോക്കുമ്പോൾ CH3 CH ഡബിൾ ബോണ്ട് COH CH3. ഓക്കെ, ഇങ്ങനെയാണത് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ ഒരു കോമ്പൗണ്ട്, ഇവിടുത്തെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഇതൊരു +I ഗ്രൂപ്പാണ്. അപ്പം ഈ ഓക്സിജൻ എന്തുണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഇല്ലേ, കാരണം ഇത് ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട്. അപ്പം ഈ ഒരു നെഗറ്റീവ് ചാർജിനെ ഇവിടെ ഉള്ള സബ്സ്റ്റിറ്റ്വൻറ്റിനെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ സബ്സ്റ്റിറ്റ്വൻറ്റ് ആ ഒരു നെഗറ്റീവ് ചാർജിനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് കൂടും. അപ്പോൾ അതേസമയം നമ്മൾ ഈ രണ്ടാമത്തെ കോമ്പൗണ്ട് എടുത്ത് COCH ഡബിൾ ബോണ്ട് COH CH3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഹൈഡ്രജൻ ആണുള്ളത്. അപ്പോൾ ആ ഹൈഡ്രജന് ഇവിടുത്തെ ഒരു നെഗറ്റീവ് ചാർജിനെ കൂട്ടുന്നതിനുള്ള ടെൻഡൻസി ഈ CH3 കാട്ടി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈ CH3യുടെ +I ഇഫക്റ്റ് കാരണം ഓക്സിജൻ്റെ നെഗറ്റീവ് ചാർജ് കൂടുകയും ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രെങ്ത് കൂടുകയും ചെയ്യും. അപ്പം ബിറ്റ്വീൻ ബി ആൻഡ് ഡി എവിടെയായിരിക്കും ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രെങ്ത് കൂടുതൽ, ബിക്കകത്തായിരിക്കും. അപ്പോൾ അവിടെയായിരിക്കും ഈനോൾ പെർസെൻറ്റേജ് കണ്ടൻറ്റ് കൂടുതലായിട്ട് വരിക. അപ്പോൾ നമുക്ക് ബി ആൻഡ് ഡിയിൽ ബിക്കാണ് കൂടുതൽ, പിന്നെ ഡി ആണെന്ന് പറയാം. പിന്നെ എയ്ക്കും ഡിക്കും ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ആ ഒരു സിഗ്മ ബോണ്ട് റൊട്ടേഷനൊക്കെ കണ്ടായിരുന്നു, ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ എയിലൊരു സ്ലൈറ്റ് എമൗണ്ട് ഓഫ് ഈനോൾ പെർസെൻറ്റേജ് പോസിബിൾ ആണ്, കാരണം ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. ഇവൻ ദോ ഫ്രീ റൊട്ടേഷനൊക്കെ ഉണ്ടെങ്കിലും ഒരു വളരെ നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റി പോസിബിൾ ആണ്, അതുകൊണ്ട് എ വരും. അപ്പം നെക്സ്റ്റ് ഫൈനലി സി ഓപ്ഷൻ, ബിക്കോസ് അവിടെ യാതൊരു ഫാക്ടേഴ്സും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറവ് ഈനോൾ കണ്ടൻറ്റ് സിയിലായിരിക്കും. അപ്പം ബിയിലും ഡിയിലും വന്നതിൻ്റെ കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്, എയിലും വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് വന്നതുകൊണ്ടാണ് നമ്മൾ എനെ അവിടെ വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാമെന്ന് കരുതുന്നു. അപ്പം നമുക്കൊന്ന് ഓവറോൾ റിവൈസ് ചെയ്യാം, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലിയർ പിക്ചറായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കീറ്റോ ഈനോൾ ടോട്ടോമറിസത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു കണ്ടീഷൻസിൻ്റെ ആബ്സൻസിൽ എപ്പോഴും കീറ്റോ പെർസെൻറ്റേജ് ഈനോൾ പെർസെൻറ്റേജിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ചില കണ്ടീഷൻസിൽ ഈനോൾ പെർസെൻറ്റേജ് കൂടും, എന്നാൽ ചില കേസുകൾ ഈനോൾ പെർസെൻറ്റേജ് കീറ്റോ പെർസെൻറ്റേജിനെക്കാട്ടിലും കൂടി വരുന്ന കണ്ടീഷനുകളും ഉണ്ട്. അപ്പോൾ ഓരോരോ കണ്ടീഷൻസ് നമുക്ക് ഒന്ന് നോക്കാം. ആരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ആരോമാറ്റിസിറ്റി വരികയാണെങ്കിൽ ഈനോൾ പെർസെൻറ്റേജ് കണ്ടൻറ്റ് കൺസിഡറബിൾ ആയിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്തായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ ഈനോൾ പെർസെൻറ്റേജ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്തതായിട്ടും ഈ ഹൈഡ്രജൻ ബോണ്ടിങ് വെച്ച് നമ്മൾ വീണ്ടും എക്സാമ്പിൾ കണ്ടു. പക്ഷേ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുമ്പോൾ അവിടെ മറ്റ് ഫാക്ടേഴ്സ് പോലെ ഇങ്ങനെയുള്ള ഫ്രീ റൊട്ടേഷൻ പോലുള്ള ഫാക്ടേഴ്സ് വരുവാണെങ്കിലും ഈനോൾ പെർസെൻറ്റേജ് കുറയുന്നു. അതിൻ്റെ കാരണം ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെക്കാട്ടിലും സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഇവിടെ റിപ്പൾഷൻസ് എന്നുള്ളൊരു ഫാക്ടർ ഉള്ളതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി അത് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് മൂലം അതിൻ്റെ കീറ്റോ ഫോം പെർസെൻറ്റേജ് കൂടുന്നതായിട്ട് കാണുന്നു. പിന്നെ നമ്മൾ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ. അപ്പോൾ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ വരുമ്പോഴും കീറ്റോ ഫോംസ് സ്റ്റെബിലിറ്റി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, അവിടെ ക്രോസ് കോൺജുഗേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ക്രോസ് കോൺജുഗേഷൻ വരികയാണെങ്കിൽ അവിടെ ഈനോൾ ഫോമിൻ്റെ സ്റ്റെബിലിറ്റി കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ആരോമാറ്റിക് ആവുന്നുണ്ടോ, നമ്മുടെ ഈനോൾ ഫോം ആകുമ്പോൾ ആൻറ്റി ആരോമാറ്റിക് ആവുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിലും ഈനോൾ ഫോമിൻ്റെ പെർസെൻറ്റേജ് കുറയുന്നുണ്ട്. പിന്നെയാണ് സോൾവെൻറ്റിൻ്റെ സ്ട്രെങ്ത്. കീറ്റോ ഫോമും ഈനോൾ ഫോമും തന്നു കഴിഞ്ഞാൽ ആദ്യം അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അവിടെ ആരോമാറ്റിക് പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷനൊക്കെ ഉണ്ടോ നോക്കുക. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈനോളിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സി ഓപ്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യാതൊരു ഫാക്ടേഴ്സും ഇല്ല. അപ്പം തന്നെ നമുക്ക് കണ്ണടച്ച് തന്നെ പറയാം, നമുക്കിവിടെ ഈ ഒരു കീറ്റോ ഫോമിൽ ഈ ഒരു ഗിവൺ അസറ്റോണിൽ എന്താണ്, കീറ്റോ ഫോം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ